Hello friends, welcome to our new recipe. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ തട്ടുകടയുടെ ഒക്കെ താരമായ കൽമാസ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കൽമാസ് റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കൽമാസ് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനാദ്യം തന്നെ ഒരു 4 പുഴുങ്ങിയ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുട്ട പുഴുങ്ങുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ പൊതഞ്ഞ് പോകുമ്പോൾ പൊട്ടുകയില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 6 ചെറിയുള്ളിയും ഇനി ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അരക്കഷ്ണം വലിയ ഉള്ളി എടുത്താൽ മതി. നമ്മുടെ കയ്യിൽ 2 പിടിക്കായി തേങ്ങയും, അതായത് അരക്കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് സാധാരണ ജീരകം, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുക. പെരുംജീരകം മുന്നിട്ട് നിൽക്കാനാണ് കുറച്ച് കൂടുതൽ ഇട്ട് വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇനി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതൊരു ബൗളെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. ഏത് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ല, പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ തേങ്ങയുടെ ഉള്ളിയുടെയൊക്കെ പാർട്സ് നന്നായിട്ട് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ കൈവച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെച്ചാൽ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അപ്പോൾ നമ്മളിതൊരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല തേങ്ങ ഒക്കെ ഇടുമ്പോൾ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1.25 കപ്പ് തിളച്ചു കൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർക്കേണ്ടത്. 1.5 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചേർക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടുക. കാരണം കൈ വെച്ച് നമുക്ക് തൊടാൻ പറ്റില്ല. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം, ഒരുപാടങ്ങ് തണുക്കാൻ വെക്കണ്ട, ഒന്ന് നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൈ നന്നായിട്ട് പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം പച്ചവെള്ളം കൈ പച്ചവെള്ളത്തിൽ കുത്തിയിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. വെള്ളം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നമുക്കത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 2 വലിയ ഉള്ളി, അതായത് വലിയ സൈസുള്ള 2 ഉള്ളി, അഥവാ ചെറിയ സൈസാണെങ്കിൽ അത് ഒരു 3 ഉള്ളി എടുക്കണം. എന്നിട്ട് അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ, അതായത് ഉള്ളി ഒന്ന് ഷെയ്ഡ് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു വിരലിൻ്റെ നേർപകുതി വലിപ്പമുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ നമ്മുടെ ഇത് ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് വറുത്ത മല്ലിപ്പൊടിയാണ്, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/4 ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്ന് ഒരു ഡ്രൈ ആവാതെ ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വെള്ളം ആഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മഞ്ഞയൊന്നും ഉടഞ്ഞു പോവാതെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുട്ട ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മസാല ഇവിടെ വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, കൂട്ട് ഇതുപോലെ ഒരു ബോളാക്കിയിട്ട് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ വെള്ളവും കൂട്ടിയിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം തീരെ നേരിയതാക്കേണ്ട, കുറച്ച് അത്യാവശ്യം കട്ടിക്ക് പരത്തിയെടുത്തിട്ട് മസാലയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈവച്ചിട്ട് നമുക്ക് ബോളാക്കണമെങ്കിൽ ബോളാക്കാം. പക്ഷെ നോർമലായിട്ട് കൽമാസ് വന്നിരിക്കുന്ന വെച്ചാൽ ഒരു നീളത്തിലുള്ള ലെങ്തി ആയിട്ടാണ്. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് പൊട്ടിപ്പോവാതെ നല്ല ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്യണം. മസാല കുറച്ച് കുറക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ആക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് ഉരുട്ടി അങ്ങ് എടുത്താൽ മതി. ഇതാ ഈ ഒരു ടൈപ്പിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കാണുന്നത് ഉള്ളി പുറത്തേക്ക് വന്നതല്ല, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അതിലേക്ക് ഒട്ടിപ്പിടിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്.
ആവിക്ക് വേവിക്കാൻ വേണ്ടി നേരത്തെ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൽ വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കും വരെ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു കൂട്ട് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പുറമെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ ഒരു 1/2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. പേസ്റ്റ് രൂപത്തിലല്ല, ഒരു പേസ്റ്റിനേക്കാളും കുറച്ച് നന്നായിട്ട് ലൂസായിട്ട്, എന്നാൽ ഓവറായിട്ട് വെള്ളമാവാനും പാടില്ല. ഞാൻ ലാസ്റ്റ് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിക്നെസ് കാണിച്ചു തരാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കൽമാസിൻ്റെ കൂട്ട് അവിടെ തണുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു പാനിൽ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ കൂട്ടിലേക്ക് നമ്മുടെ എന്താ പറയുക, ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ട് മുക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമ്മൾ ഫ്രൈങ് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ച് അത്യാവശ്യം പഴയ പാനാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഇങ്ങനെ ഓയിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സൈഡും നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണമെങ്കിൽ എല്ലാ സൈഡും ഫ്രൈ ആയിട്ട് വരും. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, വേവൊന്നും വേണ്ടല്ലോ. ആ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ആക്കിയെടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ബോളാകുമ്പോൾ അത്ര പറ്റില്ല. അപ്പോൾ നമ്മുടെ എല്ലാ ഇതും നല്ല പുറം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ രുചിയേറുന്ന കൽമാസ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഇതിൽ എരിവൊക്കെ നിങ്ങളുടെ കുട്ടികൾക്കനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു കിഡു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കൂടെ വേണം കേട്ടോ.